സ്വതന്ത്ര വ്യാപാരത്തിനുള്ള കരാറിൽ ഒപ്പുവെച്ച് ഇന്ത്യയും ബ്രിട്ടനും 3 വർഷത്തിലധികം നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് കരാർ യാഥാർത്ഥ്യമായത്. ഇന്ത്യയുടെ കാർഷിക ഉൽപ്പന്നങ്ങൾക്കടക്കം യുകെയിലെ വിപണി തുറന്നു നൽകുന്നതാണ് കരാർ. ഇരു രാജ്യങ്ങൾക്കും ഗുണം ചെയ്യുന്ന കരാറാണെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ വ്യക്തമാക്കി. അനേന സതീഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. 10 വർഷത്തിനിടെ ഒരു വികസിത രാജ്യവുമായി ഇന്ത്യ ഒപ്പുവെക്കുന്ന ആദ്യത്തെ ഉഭയകക്ഷി വ്യാപാര കരാറാണിത്. 3 വർഷത്തെ ചർച്ചകൾക്കൊടുവിലാണ് ഇപ്പോൾ ഈ കരാർ യാഥാർത്ഥ്യമായിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറിന്റെയും സാന്നിധ്യത്തിൽ ഇരു രാജ്യങ്ങളുടെയും വാണിജ്യകാര്യ മന്ത്രിമാരാണ് ഈ കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. 2030ഓടെ ഇരു രാജ്യങ്ങളുടെയും വ്യാപാര മൂല്യം $120 ബില്യൺ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്നതാണ് ഈ കരാർ. എന്തായാലും ഈ സ്വതന്ത്ര വ്യാപാര കരാറിലൂടെ തുണിത്തരങ്ങൾ, അതുപോലെ തന്നെ പാദരക്ഷകൾ, ഇലക്ട്രിക് ഹൈബ്രിഡ് വാഹനങ്ങൾ തുടങ്ങി 99% ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ UK വിപണിയിൽ ഡ്യൂട്ടി ഫ്രീ ആവും. അതുപോലെ തന്നെ UK ഉൽപ്പന്നങ്ങളുടെ ഇന്ത്യയിലെ തീരുവ 3% കുറയുകയും ചെയ്യും. ഈ ക്ഷീരോൽപ്പന്നങ്ങൾ, അതുപോലെ തന്നെ ആപ്പിൾ എന്നിവയ്ക്ക് ഇന്ത്യ തീരുവ ഇളവ് നൽകില്ലെന്ന കാര്യം നേരത്തെ തന്നെ സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇത് യുകെയിലെ 1000ഓളം വരുന്ന ഇന്ത്യൻ കമ്പനികൾക്കും ജീവനക്കാർക്കും ഏറെ ഗുണകരമാവുന്ന ഒരു കരാർ കൂടിയാണ്. എന്നാൽ ഇത് വെറുമൊരു സാമ്പത്തിക കരാർ മാത്രമല്ല, മറിച്ച് 2 രാജ്യങ്ങളുടെയും അഭിവൃദ്ധി ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു പദ്ധതിയാണെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ പറഞ്ഞത്. ഇതിന്റെ പ്രധാന ഗുണഭോക്താക്കൾ ഇന്ത്യയിലെ യുവാക്കൾ, കർഷകർ, അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾ, ഇവരൊക്കെയാണ് ഈ കരാറിന്റെ പ്രധാന ഗുണഭോക്താക്കൾ എന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇരു രാജ്യങ്ങൾക്കും ഗുണകരമാവുന്ന ഒരു കരാർ എന്നാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ വ്യക്തമാക്കിയിരിക്കുന്നത്.